ഡോക്ടറെ, എൻ്റെ കുഞ്ഞിന് 2 ദിവസമായിട്ട് നല്ല പനിയാണ്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ചെവിയുടെ ഈ ഭാഗത്തായിട്ട് ഒരു വീർപ്പും അവന് നല്ല വേദനയുണ്ട്. ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. എന്താണ് ഡോക്ടർ ഞാൻ ചെയ്യേണ്ടത്? നമസ്കാരം, ഞാൻ ഡോക്ടർ അമലു ബാബു, കുട്ടികളുടെ ഡോക്ടറാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടി ഡോക്ടർ വിത്ത് കുട്ടി ടോക്ക്. നമ്മളിപ്പോൾ ഒരുപാട് ടിവിയിലും ന്യൂസിലും ഒക്കെ കാണുന്നുണ്ട്, വളരെ വേഗം സ്പ്രെഡ് ആവുന്ന, ഇപ്പോൾ ഒപിയിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് മംസ് എന്ന് പറയുന്നത്. അതിനെ മുണ്ടി നീര്, ചില സ്ഥലങ്ങളിൽ താടവീക്കം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. സോ എന്താണ് മംസ്? ഇത് നമ്മുടെ സലൈവറി ഗ്ലാൻഡ്സിൽ വരുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. സോ ഈ വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു പാരാമിക്സോ വിറിഡേ ഇനത്തിൽപ്പെടുന്ന ഒരു വൈറസ് ആണ്. ഇത് എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോഴോ തുപ്പുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് രോഗം വന്ന രോഗിയായിട്ട് നമ്മൾ അടുത്ത് ഇടപഴകുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ വസ്തുക്കളുമായിട്ട് കോണ്ടാക്റ്റ് ഒക്കെ വരുന്ന സമയത്താണ് നമുക്ക് ഈ അസുഖം വരുന്നത്. അതായത് നമുക്ക് ഈ കോണ്ടാക്റ്റ് വന്നതിന് ശേഷം ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങും. ചില ആൾക്കാർക്ക് ഒരു 30% ആൾക്കാരിൽ സിംറ്റംസ് ഒന്നും തന്നെ കാണണമെന്ന് നിർബന്ധമില്ല. എന്തൊക്കെയാണ് മംസിൻ്റെ ലക്ഷണങ്ങൾ? കുഞ്ഞുങ്ങളിലാവുമ്പോൾ നല്ല ശക്തമായിട്ടുള്ള എല്ലാ വൈറൽ ഇൻഫെക്ഷൻ പോലെയുള്ള ഫീവർ ഉണ്ടാവും. അതുപോലെ തന്നെ തലവേദന, ശരീരവേദന, വിശപ്പില്ലായ്മ, അതുകൂടാതെ നമ്മുടെ ഈ മുടി വീക്കം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഈ ചെവിയുടെ പിന്നിലും ഫ്രണ്ടിലും താഴെ ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയൊരു വീക്കം വരാം. ചില കുഞ്ഞുങ്ങളുടെ ഈ വീക്കം കാരണം ചെവിയുടെ ഈ താഴ്ഭാഗം ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക? അവിടെ വേദന ഉണ്ടാവാം, ചില കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവാം. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള പനി ഉണ്ടാവാം. എങ്ങനെയാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്? സോ ഇതൊരു വൈറൽ ഇൻഫെക്ഷനാണ്. അതുകൊണ്ട് ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നുമില്ല. നമ്മൾ സപ്പോർട്ടീവ് കെയർ ആണ് മെയിൻലി കൊടുക്കുക. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, പനി കുറയ്ക്കാനായിട്ടുള്ള പനിയുടെ മരുന്ന് കൊടുക്കുക, അതുപോലെ തന്നെ വേദനയ്ക്കും നീരിനുമുള്ള മരുന്നുകളൊക്കെ കൊടുക്കുകയാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത്. ഒരു 1 മുതൽ 10% വരെയുള്ള ചില ആൾക്കാരിൽ ഈ സാധാരണ രീതിയിലുള്ള സിംറ്റംസ് അല്ലാതെ കോംപ്ലിക്കേഷനിലേക്ക് ഇത് പോകാനായിട്ട് സാധ്യതയുണ്ട്. കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞുങ്ങൾ അമിതമായിട്ട് ഛർദ്ദിക്കുക, തുടർച്ചയായിട്ട് ഛർദ്ദിക്കുക, ഇറിറ്റബിലിറ്റി വരിക, ഭക്ഷണമൊന്നും തീരെ കഴിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ വൈറസ് തലച്ചോറിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻകഫലൈറ്റിസോ മെനിഞ്ചൈറ്റിസോ ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ തുടർച്ചയായിട്ടുള്ള ഛർദ്ദി വരുമ്പോൾ നമ്മൾ പാൻക്രിയാറ്റൈറ്റിസ് അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ള കാര്യവും നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ കണ്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ആൺകുട്ടികൾ അവരുടെ ടെസ്റ്റിസിൻ്റെ ഭാഗത്തായിട്ട് ചെറിയ നീരും വീക്കവും ഒക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ. എല്ലാവർക്കും വരാറില്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കേണ്ടതാണ്. ഇനി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം? നമുക്ക് പ്രതിരോധിക്കുന്നതിനായിട്ട് നമുക്ക് വാക്സിൻസ് അവൈലബിൾ ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ പൊതുവെ എല്ലാവരും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും ഇഞ്ചക്ഷൻ എടുക്കുന്നത് അല്ലേ? അപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളാണ്. ഇപ്പോൾ 9ാം മാസത്തിൽ എല്ലാവർക്കും അറിയാം MR എന്ന് പറഞ്ഞൊരു വാക്സിൻ നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ നമുക്ക് മീസിൽസും റുബല്ലയും എന്നുള്ള അസുഖത്തിൽ നിന്നുള്ള പ്രതിരോധം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. നമ്മൾ ശരിക്കും എടുക്കേണ്ടത് MMR എന്ന് പറയുന്ന ഒരു വാക്സിനാണ്. അത് നമ്മുടെ ഗവൺമെൻറ് സെറ്റപ്പിലില്ല. അത് നമുക്ക് IAP ഷെഡ്യൂൾ, അതായത് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സിൻ്റെ ഷെഡ്യൂളിൻ്റെ അടിയിൽ വരുന്നതാണ്. ഇത് നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലോ ക്ലിനിക്കുകളിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റും. ഇത് നമുക്ക് 9ാം മാസത്തിൽ, 15ാം മാസത്തിൽ, പിന്നെ അതിനുശേഷം 4 തൊട്ട് 6 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് നമുക്ക് കുത്തിവയ്പ്പ് ഉള്ളത്. സോ നമ്മൾ കുത്തിവയ്പ്പ് എടുക്കുമ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് MR ആണ് ഗവൺമെൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ MMR എടുത്താൽ മാത്രമേ നമുക്ക് ഈ മംസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. സോ അതിന് വലിയ പൈസയൊന്നും ആവത്തില്ല, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അത് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. കോംപ്ലിക്കേഷൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോവുക, പീഡിയാട്രീഷ്യനെ കാണുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, പനി കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ അസുഖമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ കഴിവതും കുറച്ച് നാളത്തേക്ക് പുറത്തേക്ക് സ്കൂളിലും ഒക്കെ ഒന്ന് വിടാതിരിക്കുക. അസുഖമുള്ളവരായിട്ടുള്ള സമ്പർക്കം ഒന്ന് കുറയ്ക്കുക. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Until then, this is Dr. Amalu signing off. Take care and bye-bye.